ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ത്യൻ എക്കണോമിയിലെ 2 മൊഡ്യൂള് മുമ്പ് ക്ലാസ്സിലെടുത്ത് കഴിഞ്ഞിരുന്നു. അതിലെ 3rd മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള റെക്കോർഡഡ് ലെക്ചേഴ്സായിട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങളുടെ സിലബസ് തീർത്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 3rd മൊഡ്യൂൾ എന്തിനെക്കുറിച്ചാണ്? GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും. ഓരോ സെക്ടർ, പ്രൈമറി സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ടെർഷ്യറി സെക്ടർ, ഇതിലൊക്കെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം റോൾ ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ എക്കണോമി. എന്താണ് ഇന്ത്യൻ എക്കണോമിയിൽ അഗ്രികൾച്ചറിൻ്റെ, കാർഷിക രംഗത്തിൻ്റെ റോള് എത്രത്തോളമാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻ ദ പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ് ക്യാൻ ബി കറക്റ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് എ സബ്സിസ്റ്റൻസ് ഒക്കുപ്പേഷൻ. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സബ്സിസ്റ്റൻസ് ഒക്യുപ്പേഷൻ, അത് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നായിരുന്നു. അല്ലാതെ അഗ്രികൾച്ചർ എന്നത് ഒരു വരുമാന മാർഗം ആയിരുന്നില്ല. ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ ദ അഡ്വെൻറ്റ് ഓഫ് പ്ലാനിങ്, അഥവാ സ്വാതന്ത്ര്യത്തിന് ശേഷം പ്ലാനിങ് തുടങ്ങിയ ഒരു സന്ദർഭത്തിലാണ് ദാറ്റ് സം ഫാമേഴ്സ് സ്റ്റാർട്ടഡ് അഡോപ്റ്റിംഗ് അഗ്രികൾച്ചർ ഓൺ എ കൊമേഴ്ഷ്യൽ ബേസിസ്. അതിനുശേഷമാണ് എന്ത്, കുറച്ചെങ്കിലും കർഷകർ അതിനെ ഒരു വ്യാവസായിക രൂപത്തിലേക്ക് കൃഷിയെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. ആദ്യത്തേത് ഷെയർ ഇൻ നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിൽ കാർഷിക രംഗത്തിന് എത്ര ഷെയറാണ് ഉള്ളത് അത് നോക്കാം. അറ്റ് ദ ടൈം ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ടഡ് 2/3 ഓഫ് ദ നാഷണൽ ഇൻകം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ എന്താണ്, ദേശീയ വരുമാനത്തിൻ്റെ 2/3 ഭാഗവും എന്തായിരുന്നു, അഗ്രികൾച്ചറായിരുന്നു. ഹൗവർ ആഫ്റ്റർ ദ ഇനീസിയേഷൻ ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യയിൽ പ്ലാനിങ് തുടങ്ങിയ സാഹചര്യത്തിൽ, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം, ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഹാസ് പെർസിസ്റ്റൻ്റ്ലി ഡിക്ലൈൻ ഓൺ അക്കൗണ്ട് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി. അതായത് എന്താണ്, സ്വാതന്ത്ര്യത്തിന് ശേഷം പ്ലാനിങ് തുടങ്ങിയ സന്ദർഭത്തിൽ സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും വികസിച്ചു വന്നതോടുകൂടി അഗ്രികൾച്ചറിൻ്റെ ഷെയർ കുറഞ്ഞു വന്നു. ഫ്രം 55.3% ഇൻ 1950 to 51. 1950-51 അഗ്രികൾച്ചറിൻ്റെ ഷെയർ എത്രയായിരുന്നു? GDPയിൽ 55.3%. അത് എത്രയായിട്ട് കുറഞ്ഞു? 80-81 കാലഘട്ടത്തിൽ 37.9% കുറഞ്ഞു. ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആലൈഡ് ആക്ടിവിറ്റീസ് ഇൻ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് വാസ് 14.6% ഇൻ 2009-10. 2009-10 കാലഘട്ടത്തിൽ അത് എത്രയായിട്ട് കുറഞ്ഞു? അഗ്രികൾച്ചറും കാർഷിക രംഗവും അതുമായി ബന്ധപ്പെട്ട മറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ GDP ഷെയർ എത്രയായിട്ട് കുറഞ്ഞു? 14.6% ആയിട്ട് കുറഞ്ഞു. The share of agriculture in national income is often taken as an indicator of the economic development. ഈ കുറഞ്ഞു വരുന്നത്, അഥവാ GDPയിൽ കാർഷിക രംഗത്തിൻ്റെ ഷെയർ കുറഞ്ഞു വരുന്നത് ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കാത്ത എന്താണ്, അത് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഒരു ഇൻഡിക്കേറ്ററാണ്. അഥവാ എല്ലാ രാജ്യത്തും, അത് വികസിതമല്ലാത്ത രാജ്യങ്ങൾ വികസനത്തിൻ്റെ പാതയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? കാർഷിക രംഗത്തിന് അവരുടെ GDPയിലുള്ള അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. നോർമലി ഡെവലപ്പ് എക്കണോമീസ് ആർ ലെസ് ഡിപ്പെൻഡൻ്റ് ഓൺ അഗ്രികൾച്ചർ. അമേരിക്ക, യൂറോപ്പ് പോലുള്ള ഡെവലപ്പ് രാജ്യങ്ങളൊക്കെ എന്താണ്, കാർഷിക രംഗത്തെ വളരെ കുറച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ആസ് കമ്പയർ ടു അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ, അടുത്ത പോയിന്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ലാർജസ്റ്റ് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡിങ് സെക്ടർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന സെക്ടർ എന്നുള്ളത് അഗ്രികൾച്ചർ സെക്ടറാണ്. ഇൻ 1951 69.5% ഓഫ് ദ വർക്കിംഗ് പോപ്പുലേഷൻ വാസ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. 69.5%, അതായത് വർക്കിംഗ് പോപ്പുലേഷനിലെ, നമ്മുടെ പോപ്പുലേഷനിൽ എത്ര ആളുകൾക്ക് പണിയെടുക്കാൻ പറ്റുന്നുണ്ട്, അവരാണ് വർക്കിംഗ് പോപ്പുലേഷൻ. അവരിൽ തന്നെ 69.5% കാർഷിക രംഗത്തായിരുന്നു. ഇതെന്തായി 66.9% 91 ആയപ്പോഴേക്കും കുറയുകയും 2001 അത് 56.7% കുറയുകയും ചെയ്തു. In 2004-05 agriculture provided employment to 52.1% of the workforce. 2004-05 അത് 52.1% കുറഞ്ഞു. However, with rapid increase in population, the absolute number of people engaged in agriculture has become exceedingly large. പക്ഷേ എന്താണ്, ഈ ശതമാനം കുറയുന്നുണ്ടെങ്കിലും ആക്ച്വൽ കണക്ക്, എണ്ണത്തിലുള്ള കണക്ക് എന്താണ്, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താണ്, ജനസംഖ്യ
വർധനവ് ഉള്ളത് കൊണ്ട് തന്നെ. മോസ്റ്റ് ഓഫ് ദ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എക്സിബിറ്റ് ദിസ് ഹെവി ഡിപ്പെൻഡൻസ് ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ ഓൺ അഗ്രികൾച്ചർ. വികസ്വര രാജ്യങ്ങളിലെ ഉള്ള പ്രധാനപ്പെട്ട അവർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്ത്, രാജ്യത്തിൻ്റെ തൊഴിലാളികളിൽ മിക്കതും കാർഷിക രംഗത്തായിരിക്കും. അപ്പോൾ ഒരു രാജ്യത്ത് ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ കാർഷിക രംഗത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന തൊഴിലാളികളുടെ അളവ് കുറഞ്ഞു വരേണ്ടതാണ്. ഇന്ത്യയിൽ ഇപ്പോഴും 50% എന്താണ്, ഇന്ത്യയിലെ തൊഴിലാളികൾ വർക്കിംഗ് പോപ്പുലേഷൻ 50% കാർഷിക രംഗത്താണുള്ളത്. പ്രൊവിഷൻ ഓഫ് ഫുഡ് സർപ്ലസ് ടു ദ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. ഇന്ത്യയുടെ അഗ്രികൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പങ്കാണ്, അതായത് ഇന്ത്യൻ സാമ്പത്തിക ക്രമത്തിൽ വഹിക്കുന്നൊരു പങ്കാണ് പറയുന്നത് എന്താണ്, പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അഗ്രികൾച്ചർ എന്തായി, ഫുഡ് സർപ്ലസിനുള്ള, അതായത് ആവശ്യത്തിലധികം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഹെവി പ്രഷർ ഓഫ് പോപ്പുലേഷൻ ഇൻ ലേബർ സർപ്ലസ് എക്കണോമീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് റാപ്പിഡ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ഫുഡ് ഇൻക്രീസസ് അറ്റ് എ ഫാസ്റ്റ് റേറ്റ്. ഇന്ത്യ പോലുള്ള രാജ്യത്ത്, പോപ്പുലേഷൻ അധികമായുള്ള ഒരു രാജ്യത്ത് എന്താണ്, ഫുഡിനുള്ള ഡിമാൻഡ് വളരെ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കും. ദെർഫോർ അൺലെസ് അഗ്രികൾച്ചർ ഈസ് ഏബിൾ ടു കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ഇറ്റ്സ് മാർക്കറ്റ് സർപ്ലസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് എ ക്രൈസിസ് ഇസ് ലൈക്ലി ടു എമർജ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത്തരത്തിലുള്ള രാജ്യങ്ങളിലെ കാർഷിക രംഗം അവരുടെ ഫുഡ് ഗ്രെയിൻസിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. Meeting this increasing demand would require 1.8% annual growth in food grains production during the 11th plan and 12% per annum beyond that. അതിൻ്റെ കണക്ക് എങ്ങനെയാണ് വരുന്നത്? 11th 5-year പ്ലാൻ, 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ കൂടിക്കൊണ്ടിരിക്കുന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ഓരോ വർഷവും എന്ത് സംഭവിക്കണം? 1.86% വർധനവ് എന്തിലുണ്ടാകണം? ഇന്ത്യയിലെ ഭക്ഷ്യധാന്യങ്ങളിൽ ഉണ്ടാകണം, ഫുഡ് ഗ്രെയിൻസിൽ ഉണ്ടാകണം. പക്ഷേ എന്താണ്, അതിനുശേഷം 11th പ്ലാനിന് ശേഷം അത് 2% ആയിട്ടും വർദ്ധിക്കണമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദ ചാലഞ്ചസ് ഫേസിംഗ് ദ എക്കണോമി വുഡ് ബി ക്ലിയർ ഫ്രം ദ ഫാക്ട് ദാറ്റ് ഡ്യൂറിംഗ് ദ റീസെൻറ്റ് 10 years ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ആനുവലി ബൈ എ മീഗർ 0.48%. പക്ഷേ എന്താണ് സംഭവിച്ചത്? 1.86% വർദ്ധിക്കണമെന്ന് കണക്കുകൾ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ എത്രയാണ് നടക്കുന്നുള്ളൂ? 0.48% മാത്രമേ ഭക്ഷ്യധാന്യങ്ങൾ ഇന്ത്യയിൽ വർദ്ധിക്കുന്നുള്ളൂ. കോൺട്രിബ്യൂഷൻ ടു ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷനും ഒരു സാധ്യത എന്തുണ്ട്? അഗ്രികൾച്ചർ സെക്ടർ ക്യാപിറ്റൽ ഫോർമേഷന് കൂടി സാധ്യത കൊടുക്കുന്നുണ്ട്. അൺലെസ് ദ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻക്രീസസ് ടു എ സഫീഷ്യൻ്റ്ലി ഹൈ ഡിഗ്രി എക്കണോമിക് ഡെവലപ്മെൻറ്റ് കനോട്ട് ബി അച്ചീവ്ഡ്. ഏതൊരു സെക്ടർ ആയാലും അവിടെ ക്യാപിറ്റൽ ഫോർമേഷൻ ഇല്ലാതെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയില്ല. സിൻസ് അഗ്രികൾച്ചർ ഹാപ്പൻസ് ടു ബി ദ ലാർജസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ഇറ്റ് ക്യാൻ ആൻഡ് മസ്റ്റ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പുഷിംഗ് അപ്പ് ദ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഇന്ത്യയെ പോലുള്ള വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ അഗ്രികൾച്ചറാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സെക്ടർ. അതുകൊണ്ട് തന്നെ എന്ത് വേണം? അഗ്രികൾച്ചറിൽ ആവശ്യത്തിലധികം ക്യാപിറ്റൽ ഫോർമേഷന് വേണം. അടുത്ത പോയിന്റ്, പ്രൊവൈഡിങ് റോ മെറ്റീരിയൽസ് ടു ഇൻഡസ്ട്രീസ്. അഗ്രികൾച്ചർ സെക്ടർ വഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പങ്കാണ് എന്ത്? മറ്റുള്ള ഇൻഡസ്ട്രികൾക്ക് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ നൽകുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്. അഗ്രികൾച്ചർ പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ് ടു വേരിയസ് ഇൻഡസ്ട്രീസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ദേശീയ പ്രാധാന്യമുള്ള മറ്റു പല ഇൻഡസ്ട്രികൾക്കും റോ മെറ്റീരിയൽസ് നൽകുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്. ഷുഗർ ഇൻഡസ്ട്രി, ജൂട്ട് ഇൻഡസ്ട്രി, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, വനസ്പതി ഇൻഡസ്ട്രി, അതൊക്കെ ഇതിനുള്ള ഒരുപാട് എക്സാമ്പിളുകളാണ്. അടുത്തത്, മാർക്കറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ഇൻഡസ്ട്രിയൽ ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു മാർക്കറ്റ് കൂടിയാണ് എന്ത്? അഥവാ ഇൻഡസ്ട്രിയൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സെക്ടറാണ് അഗ്രികൾച്ചർ സെക്ടർ. കാരണം എന്താണ്? സിൻസ് മോർ ദാൻ 2/3 ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ ലീവ്സ് ഇൻ റൂറൽ ഏരിയാസ്. ഇന്ത്യയിൽ 2/3 ജനങ്ങളും എവിടെയാണ്? ഗ്രാമപ്രദേശങ്ങളാണ് ജീവിക്കുന്നത്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും എന്തായിരിക്കും? കർഷകരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ കൃഷിയിൽ വികസനം ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യും? റൂറൽ പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് കാർഷിക രംഗത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ രംഗത്തിനെ വികസിപ്പിക്കാനുള്ള, അതിൻ്റെ ഡിമാൻഡ് കൂട്ടാനുള്ള ഒരു സ്കോപ്പ് കൂടിയുണ്ട്. Therefore, steps taken to expand agricultural output and productivity of the income of the rural sector will increase
കോസിങ് ഇൻ ടു ആൻ ഇൻക്രീസ് ഡിമാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. അതുകൊണ്ട് തന്നെ കാർഷിക രംഗത്തിൻ്റെ വികസനത്തിന് വേണ്ടി നാം ചെയ്യുന്ന എല്ലാതും എന്തിനു കൂടി കാരണമാകും? ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമാകും. ഇൻ ഇന്ത്യ വിത്ത് ദ സ്പ്രെഡ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ടു മോർ ആൻഡ് മോർ ഏരിയാസ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ്, പെർട്ടിക്കുലർലി ഡ്യൂറിംഗ് ദ 2-3 decades, ഇൻകംസ് ഓഫ് ലാർജ് ഫാമേഴ്സ് ഹാവ് ഇൻക്രീസ് കൺസിഡറബിളി. ഇന്ത്യയിൽ പ്രത്യേകിച്ച് എന്താണ് ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവം പല ഭാഗങ്ങളിലേക്കും വികസിച്ചതോടുകൂടി ഇന്ത്യയിലെ കർഷകരുടെ വരുമാനം ക്രമാതീതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ദിസ് ഹാസ് ഇൻക്രീസ് ദിയർ പർച്ചേസിംഗ് പവർ. അതെന്ത് ചെയ്തു? അവരുടെ പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കുകയും അത് ഇൻഡസ്ട്രിയൽ ഗുഡ്സിന് ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇമ്പോർട്ടൻസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡിൽ അഗ്രികൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ്? ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ദ 3 agriculture based exports of India, cotton, textile, jute and tea, accounted for more than 50% of the export earnings of the country. ഒരുപാട് വർഷത്തേക്ക്, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ ഒരുപാട് വർഷത്തേക്ക് ഇന്ത്യയുടെ എക്സ്പോർട്ട് വരുമാനത്തിൻ്റെ, കയറ്റുമതി വരുമാനത്തിൻ്റെ 50% കോട്ടൺ, ജൂട്ട്, ടീ, ചായ, ഈ 3 ഉണ്ടായിരുന്നത്. ഇഫ് യു ആഡ് ദ എക്സ്പോർട്ട് ഓഫ് അതർ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ്, ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഇൻ ടോട്ടൽ എക്സ്പോർട്ട് റോസ് ടു അറൌണ്ട് 70-75%. ഇവയല്ലാതെ, നേരത്തെ പറഞ്ഞ 3 അല്ലാതെ മറ്റ് കാർഷിക വിളകൾ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തിൻ്റെ 70-75% അഗ്രികൾച്ചറൽ സെക്ടറിൻ്റേതാണ്. വിത്ത് എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് കോൺസിക്വൻറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ ബേസ്, ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഗുഡ്സ് ഇൻ ടോട്ടൽ എക്സ്പോർട്ട് ഹാസ് കൺസിസ്റ്റൻ്റ്ലി ഫോളോ. പക്ഷേ എന്താണ് എക്കണോമിക് പ്രോഗ്രസ്, അതായത് ഡെവലപ്മെൻറ്റ് ഉണ്ടായതോടുകൂടി മറ്റ് സെക്ടറുകളൊക്കെ വികസിക്കുന്നതോടുകൂടി എക്സ്പോർട്ടിലുള്ള അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഷെയർ കുറഞ്ഞു വന്നിട്ടുണ്ട്. ദ ഷെയർ ഓഫ് അഗ്രികൾച്ചറൽ എക്സ്പോർട്സ് ഇൻ ടോട്ടൽ എക്സ്പോർട്ട് വാസ് 44.2% in 1960-61. 60-61 കാലഘട്ടത്തിൽ മൊത്തം കയറ്റുമതിയുടെ 44.2% അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് കുറഞ്ഞു വന്നു. ഇതെന്തായി? 80-81 കാലഘട്ടത്തിൽ 30.7%, 2009-10 കാലഘട്ടത്തിൽ 9.9% കുറഞ്ഞു വന്നു. The above discussion brings out clearly the role and importance of agriculture in India. മുകളിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് എന്താണ് തെളിയിക്കുന്നത്? എത്രത്തോളം അഗ്രികൾച്ചർ സെക്ടർ ഇന്ത്യൻ എക്കണോമിയിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ എക്കണോമിയിൽ എത്രത്തോളം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ ഫാക്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഈസ് എ വിർച്വൽ പ്രീ കണ്ടീഷൻ ഓഫ് സെക്ടോറൽ ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ഹെൻസ് ഡെവലപ്മെൻറ്റ് ഇറ്റ് സെൽഫ്. എങ്ങനെ പറഞ്ഞാലും അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നത് ഒരു പ്രീ കണ്ടീഷനാണ്. എന്തിനുള്ള പ്രീ കണ്ടീഷൻ? സെക്ടോറൽ ഡൈവേഴ്സിഫിക്കേഷനും അതുമൂലമുണ്ടാകുന്ന മറ്റ് സെക്ടറുകളുടെ ഡെവലപ്മെൻറ്റിനും അഗ്രികൾച്ചർ സെക്ടർ ആദ്യം വികസിക്കേണ്ടിയിരിക്കുന്നു. എ ഗ്രോയിങ് സർപ്ലസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഈസ് നീഡഡ് ഇൻ ദ കൺട്രി ടു. ഇന്ത്യയിൽ കാർഷിക വിളകൾ എത്ര വർദ്ധിച്ചാലും ഇന്ത്യയിൽ അതിന് ആവശ്യമുണ്ട്. കാരണം ഇൻക്രീസ് സപ്ലൈസ് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ് അറ്റ് നോൺ ഇൻഫ്ലേഷണറി പ്രൈസസ്. കാരണം ഇന്ത്യയിൽ ഭക്ഷണങ്ങളുടെ ആവശ്യം കൂടി വരികയാണ്. അപ്പോൾ ആവശ്യത്തിന് ഉൽപ്പാദനമില്ലെങ്കിൽ എന്തിന് കാരണമാകും? വിലക്കയറ്റത്തിന് കാരണമാകും. രണ്ടാമത്തെ, വൈഡൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ത്രൂ ഇൻക്രീസ് പർച്ചേസിംഗ് പവർ വിത്തിൻ ദ റൂറൽ സെക്ടർ. കാർഷിക രംഗത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. അത് ഇൻഡസ്ട്രിയൽ ഗുഡ്സിനുള്ള മാർക്കറ്റ് ഡിമാൻഡ് വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ട്. മൂന്നാമത്തത്, ഫെസിലിറ്റേറ്റ് ഇൻ്റർ സെക്ടറൽ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ നീഡഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. അത് എന്തിന് കാരണമാകും? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് സഹായകമാകുന്ന രീതിയിൽ സെക്ടറുകൾക്കിടയിൽ വസ്തുക്കളുടെ ട്രാൻസ്ഫർ, ക്യാപിറ്റൽ ട്രാൻസ്ഫറിനൊക്കെ അത് കാരണമാകും. നാലാമതായിട്ട്, ഇൻക്രീസ് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് ത്രൂ അഗ്രികൾച്ചറൽ എക്സ്പോർട്ട്. കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതോടെ കൂടുതൽ കയറ്റുമതിക്ക് സ്കോപ്പ് ഉണ്ടാകുന്നു. അത് ഫോറിൻ എക്സ്ചേഞ്ച് സമ്പാദിക്കാൻ ഇന്ത്യക്ക് സഹായകമാകുന്നു. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ഈ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രെഡിറ്റിനെ കുറിച്ചാണ്. എന്താണ് ക്രെഡിറ്റ്? കാർഷിക രംഗത്ത് പണിയെടുക്കുന്നവർക്ക് അഥവാ കർഷകർക്ക് എത്രത്തോളം ലോൺ ലഭിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. Access to institutional credit enables the farmer to enhance productivity by investing in machinery and purchase of variable inputs like fertilizers, quality seeds and manure, and providing funds till the farmer receives payment from sale of produce. എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ? വ്യവസ്ഥാപിതമായിട്ട് ബാങ്കുകളിൽ നിന്നും മറ്റ് സംവിധാനങ്ങളിൽ നിന്നും
കർഷകർക്ക് ലഭിക്കുന്ന ലോണിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്. ഇതെങ്ങനെയാണ് ഒരു കർഷകനെ സഹായിക്കുന്നത്? ആ കർഷകന് ആവശ്യമുള്ള ഇൻപുട്സ് വാങ്ങാൻ, എന്താണ് ഫെർട്ടിലൈസേഴ്സ്, മറ്റ് വിത്തുകൾ അതുപോലെയുള്ളവ വാങ്ങാനും, എന്താണ് വിറ്റ് തൻ്റെ ഉൽപ്പന്നം വിറ്റ് കയ്യിൽ പൈസ വരുന്നതിന് മുമ്പ് തൻ്റെ ചിലവുകൾ നോക്കണമെങ്കിലും ഒരു കർഷകൻ്റെ കയ്യിൽ എന്ത് വേണം? അവന് കടമെടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? ഇത് അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് സഹായിക്കും. ദ പ്രിഡോമിനൻസ് ഓഫ് ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഫോർ ഫാമേഴ്സ് ഈസ് എ കൺസേൺ. പക്ഷേ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് അഥവാ വ്യവസ്ഥാപിതമായിട്ട് ബാങ്കുകളിൽ നിന്നും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്ന ലോണിനേക്കാൾ കൂടുതൽ കർഷകർ ആരുടെ ഭാഗത്തു നിന്നാണ് കടമെടുക്കുന്നത്? ഇൻഫോർമൽ സോഴ്സസ്. എന്താണ് ഇൻഫോർമൽ സോഴ്സസ്? വാട്ട് ഡു യു മീൻ ബൈ ഇൻഫോർമൽ സോഴ്സസ്? മറ്റെന്താണ് പലിശക്ക് പൈസ കൊടുക്കുന്ന നാട്ടുകാർ, വലിയ വലിയ ബിസിനസ്സുകാർ, അവരുടെ തന്നെ കുടുംബക്കാർ, സുഹൃത്തുക്കൾ, ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നാണ് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം കർഷകരും കടമെടുക്കുന്നത്. അക്കോർഡിംഗ് ടു NSSO, the 70th round data, as much as 40% of the funds of the farmers still come from informal sources. പുതിയ കണക്ക് പ്രകാരം NSSOൻ്റെ കണക്ക് പ്രകാരം 40% അഥവാ കാർഷിക രംഗത്ത് കടമെടുക്കുന്നവരിൽ 40% കടവും ലോണും എവിടെ നിന്നാണ് വരുന്നത്? ഇൻഫോർമൽ സോഴ്സസിൽ നിന്നാണ്. Though there has been a decline in informal sources over time, enhancing access to institutional credit for farmers need to be addressed. കാലക്രമേണ ഇൻഫോർമൽ സോഴ്സസിൽ നിന്ന് കടമെടുക്കുന്നത് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും എന്ത് വർദ്ധിപ്പിക്കണം? ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് വർദ്ധിപ്പിക്കാനുള്ള വഴികളും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ദ റേഷ്യോ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ടു അഗ്രികൾച്ചറൽ GDP ഹാസ് ഇൻക്രീസ് ഫ്രം 10%. The ratio of agriculture credit to agricultural GDP has increased from 10% in 1999-2000 to around 38% by 2012-13. However, the share of long-term credit in agriculture or investment credit has declined. പക്ഷേ എന്താണ് long-term credit in അഗ്രികൾച്ചറിലെ ലോങ് ടേം ക്രെഡിറ്റും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ക്രെഡിറ്റും, അഗ്രികൾച്ചർ സെക്ടറിലെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ക്രെഡിറ്റും കുറഞ്ഞു വന്നിട്ടുണ്ട്. കൂടുതലും എന്താണ് ഷോർട്ട് ടേം ക്രെഡിറ്റാണ്. ഷോർട്ട് ടേം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണോ ആവശ്യത്തിന് അതിനുള്ള ക്രെഡിറ്റ് മാത്രമേ അവരെടുക്കുന്നുള്ളൂ. വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയൊന്നും എന്താണ് കാർഷിക രംഗത്ത് കർഷകർ കടമെടുക്കുന്നില്ല. Accordingly, the government of India has allocated rupees 15,000 crore to long-term റൂറൽ ക്രെഡിറ്റ് ഫണ്ട് സെറ്റ് അപ്പ് ബൈ നബാർഡിൻ്റെ കീഴിൽ സ്ഥാപിതമായ ലോങ് ടേം റൂറൽ ക്രെഡിറ്റ് ഫണ്ടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് എന്താണ് 15,000 കോടി കൊടുത്തിട്ടുണ്ട്. ദ റീജിയണൽ ഡിസ്പാരിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഓൾസോ നീഡ്സ് ടു ബി അഡ്രസ്. എന്താണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നിടത്ത് എന്താണ് പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ട്. അഥവാ ഉത്തരേന്ത്യയിലുള്ളവർക്ക് കൂടുതൽ ക്രെഡിറ്റ് ലഭിക്കുന്നു, സൗത്ത് ഇന്ത്യക്കാർക്ക് കുറച്ച് ക്രെഡിറ്റ് ലഭിക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ദ കവറേജ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഈസ് വെരി ലോ ഇൻ നോർത്ത് ഈസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ റീജിയൻസ് ഓഫ് ദ കൺട്രി. എവിടെയാണ് കൂടുതൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് വളരെ കുറവുള്ളത്? ഒന്ന് നോർത്ത് ഈസ്റ്റ് അഥവാ ആസാം, അരുണാചൽ, മിസോറാം തുടങ്ങിയ ആ 7 സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ അതിൽപ്പെട്ടവർ. പിന്നെ അതേപോലെ തന്നെ ഈസ്റ്റേൺ റീജിയൻസ് ഓഫ് ഇന്ത്യയുടെ കിഴക്ക് പ്രദേശങ്ങളിലും. Crop loans being short term in nature are meant to meet the current expenditure for raising crop on land till the crop is harvested and hence they are short term credit. എന്താണ് ഷോർട്ട് ടേം ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അപ്പപ്പോഴുള്ള ആവശ്യത്തിന് വേണ്ടി അവരെടുക്കുന്ന ക്രെഡിറ്റിനെയാണ് ഷോർട്ട് ടേം ക്രെഡിറ്റ്. അല്ലാതെ ലോങ് ടേം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അഗ്രികൾച്ചർ സെക്ടറിൽ നടക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പോസ്റ്റ് ഹാർവസ്റ്റ് ലോൺ അഗെയിൻസ്റ്റ് NWR are available at commercial rate for farmers with large farm holdings. പോസ്റ്റ് ഹാർവസ്റ്റ് അതായത് വിളവെടുപ്പിന് ശേഷമുള്ള ലോണുകളും അവൈലബിൾ ആണെങ്കിലും അതിനുകൂടി പലരും മുതിരുന്നില്ല എന്നതാണ്. With increase in the number of natural calamities from 2014-15, interest subvention of 2% is available to banks on restructures loan amount on account of natural calamities which are made available to farmers. എന്താണ് ഫാർമേഴ്സിന് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ 2014-15 വർഷം മുതൽ എന്താണ് 2% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ അഥവാ പലിശ കുറച്ച് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് എപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അവർക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് കൂടുതൽ എടുക്കാൻ വേണ്ടി ഉള്ള പല പദ്ധതികൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതാണ്.
അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ആലൈഡ് സെക്ടർ. അഗ്രികൾച്ചർ അതുപോലെ അഗ്രികൾച്ചറിനോട് ചേർന്ന് വരുന്ന മറ്റ് സെക്ടേഴ്സ്, ആനിമൽ ഹസ്ബൻഡറി തുടങ്ങിയവയിലെല്ലാമുള്ള ക്യാപിറ്റൽ ഫോർമേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The gross capital formation in agriculture as a proportion of total gross capital formation showed a decline from 8.6% in 2011-12 to 7.4%. ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്താണ്? അഗ്രികൾച്ചറിലും അതുപോലെ തന്നെ മൊത്തത്തിലുമുള്ള ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ആ ഒരു റേഷ്യോ എടുത്ത് നോക്കിയാൽ അതെന്തായിട്ടുണ്ട്? കുറഞ്ഞു വന്നിട്ടുണ്ട്. 8.6% 2011-12 അത് 7.4% ആയിട്ട് കുറഞ്ഞു വന്നു. ആസ് എ റേഷ്യോ ഓഫ് ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ ടു GDP ഫ്രം അഗ്രികൾച്ചർ റിഫ്ലക്ട്സ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഇൻ അഗ്രികൾച്ചർ. എന്താണ് ഈ ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ? എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അഗ്രികൾച്ചർ സെക്ടറിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ദ ഡിക്ലൈനിങ് ട്രെൻഡ്സ് നീഡ്സ് ടു ബി അറസ്റ്റഡ്. അത് കുറഞ്ഞു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അഗ്രികൾച്ചർ സെക്ടറിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കുറഞ്ഞു വരുന്നത്. The declining trends needs to be arrested and reversed since growth in agriculture sector is an imperative. അഗ്രികൾച്ചർ സെക്ടറിലെ ഗ്രോത്ത് അനിവാര്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു വരുന്നത് നമ്മൾ ഗൗരവത്തോടെ എടുക്കണം. ദ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഇൻ അഗ്രികൾച്ചർ ഹാസ് ടു കം ഫ്രം ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. രണ്ട് വിഭാഗത്തു നിന്നും, രണ്ട് സെക്ടറിൽ നിന്നും, അഥവാ ഗവൺമെൻറ് സെക്ടറിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിൽ നിന്നുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഗ്രികൾച്ചർ മേഖലയിലേക്ക് വരേണ്ടതുണ്ട്. ദി ഷെയർ ഓഫ് പബ്ലിക് സെക്ടർ in GCF എന്ന് പറഞ്ഞാൽ ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ ഹാസ് ഡിക്ലൈൻഡ് ഫ്രം 20% during 2004-05 to 16.8% in 2013-14. പബ്ലിക് സെക്ടറിന് അഥവാ ഗവൺമെൻറ് ഷെയർ, ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷനിലെ ഗവൺമെൻറ് ഷെയർ എന്താണ്? 20% 16.8% കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ട്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് സബ്സിഡി. എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? അഥവാ നമ്മുടെ റേഷൻ കടകളിലൂടെ നമുക്ക് അരി സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നുണ്ടല്ലോ, ആ സംവിധാനത്തിൻ്റെ വിപുലീകരിച്ച രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സബ്സിഡി, അതുമൂലം സബ്സിഡി രൂപത്തിലാണ് നമുക്ക് അത്തരത്തിലുള്ള വിഭവങ്ങൾ ലഭിക്കുന്നത്. ദ PDS strives to ensure food security through timely and affordable distribution of food grains to sections of population that live below the poverty line and cannot afford to pay market prices for their food. എന്തിനാണ് PDS എന്നുള്ളൊരു സംവിധാനം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള സംവിധാനം? വരുമാനം കുറഞ്ഞ പോവർട്ടി ലൈനിലെ BPL ആയ ജനവിഭാഗങ്ങൾക്ക് മാർക്കറ്റിലുള്ള വില കൊടുത്ത് ഭക്ഷണം വാങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് കുറഞ്ഞ വിലയിൽ അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. അതാണെന്ത്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ദിസ് ഇൻവോൾവ്സ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫുഡ് ഗ്രെയിൻ അറ്റ് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? MSP, മിനിമം സപ്പോർട്ട് പ്രൈസിൽ ഗവൺമെൻറ് കർഷകരിൽ നിന്ന് എന്ത് വാങ്ങുന്നു? ഭക്ഷ്യവിളകളെല്ലാം ഗവൺമെൻറ് വാങ്ങുന്നു, എന്നിട്ട് ഗവൺമെൻറ് കുറഞ്ഞ ചിലവിൽ ജനങ്ങൾക്ക് എത്തിക്കുന്നു. ബിൽഡിംഗ് അപ്പ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫുഡ് സ്റ്റോക്ക്, their storage and timely distribution. However, the system of PDS has many weaknesses, leading to leakage and targeted beneficiaries being left out of the system. പക്ഷേ ഇതിന് കുറേ എന്തുണ്ട്? വീക്ക്നെസ് ഉണ്ട്, നെഗറ്റീവ് വശങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, ലീക്കേജ്, കൊടുക്കുന്നതൊന്നും ജനങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റൊന്നെന്താണ്? വാങ്ങേണ്ട അഥവാ അർഹരായ ഒരുപാട് ജനവിഭാഗങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോകുന്നു, അഥവാ ഗവൺമെൻറ്റിൻ്റെ നോട്ടത്തിൽ നിന്ന് വിട്ടുപോകുന്നു. ഇത്തരത്തിലുള്ള രണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഡ്യൂറിങ് 2014-15 while procurement of food grains increased, off-take of food grains from PDS decreased. എന്താണ്? 2014-15 വർഷത്ത് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കർഷകരിൽ നിന്ന് നേരിട്ട് ധാന്യങ്ങൾ വാങ്ങുന്നതിനെയാണ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫുഡ് ഗ്രെയിൻ 2014-15 വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും PDS സംവിധാനങ്ങളിലൂടെ, റേഷൻ കടകളിലൂടെ ജനങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് എടുക്കുന്ന അളവ് കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജനങ്ങൾ PDS സംവിധാനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ജനവിഭാഗങ്ങളിലേക്ക് ഇത് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അക്കോർഡിംഗ് ടു ദ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ്, CACP കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം എന്താണ്? ദ ഇൻക്രീസിങ് എക്കണോമിക് കോസ്റ്റ് ഓഫ് ഹാൻഡ്ലിംഗ് ഫുഡ് ഗ്രെയിൻസ് ത്രൂ പ്രൊക്യൂർമെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ് ഹാവ് ബീൻ ദ മേജർ ഫാക്ടേഴ്സ് ലീഡിംഗ് ടു ദ ബലൂണിംഗ് ഫുഡ് സബ്സിഡി. ഗവൺമെൻറ്റിന് ഫുഡ് സബ്സിഡി ഇനത്തിൽ വലിയൊരു ബാധ്യത വരുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? പ്രൊക്യൂർമെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്, ഇതിനൊക്കെ അനാവശ്യമായി വില വർദ്ധിക്കുന്നതാണ് ഗവൺമെൻറ്റിന് ഇത്തരത്തിൽ സബ്സിഡി വിഷയത്തിൽ വലിയ ബാധ്യത വരാനുള്ള കാരണം.
അടുത്ത പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അഗ്രികൾച്ചർ അഥവാ കാർഷിക രംഗത്ത് എങ്ങനെയാണ് മാർക്കറ്റ് സംവിധാനം, കാർഷിക വിളകൾ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിലെത്തിക്കുന്നത് തുടങ്ങിയതാണ്. ഫോളോയിങ് ദ ബജറ്റ് അനൗൺസ്മെന്റ് ഇൻ July 2014 and 2015, the scheme for setting up of a national agricultural market through an agri-tech infrastructure fund was approved by the Cabinet Committee on Economic Affairs. Cabinet Committee on Economic Affairsൻ്റെ നേതൃത്വത്തിൽ അവർ അംഗീകാരം കൊടുത്തുകൊണ്ട് എന്താണ് ഒരു നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് NAM സ്ഥാപിക്കാൻ വേണ്ടി എന്താണ് 2014 15 ബജറ്റ് തീരുമാനിക്കുകയുണ്ടായി. ഇതിലെന്താണ് ചെയ്യുന്നത്, ഓരോ സംസ്ഥാനത്തിൻ്റെയും APMC അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റികളെ തമ്മിൽ എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, പരസ്പരം ഓൺലൈൻ വഴി അവ ലിങ്ക് ചെയ്തുകൊണ്ട് ഈ നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റിൻ്റെ ഭാഗമാക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. Only those states that have completed the prerequisite will be eligible for assistance under the scheme. ഈ സ്കീമിനടിയിൽ എന്താണ് ഓരോ സംസ്ഥാനങ്ങളും അവർക്ക് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ സ്കീമിന് കീഴിൽ അവരുടെ കീഴിലുള്ള APMCകളെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിൽ പറയാനുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.